Hello dear students, all of you welcome. BPSC 105 IGNOUയിലെ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അതായത് കോഴ്സ് കോഡ് BPSC 105 ഇൻട്രൊഡക്ഷൻ ടു കമ്പാരറ്റീവ് ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്. ഇതിൽ 210 മാർക്കിൻ്റെ അസൈൻമെൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. New institutionalism uses a variety of methodological approaches to explain how norms, rules, culture and structures constrain and influence individuals within a political institution. Explain. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളിൽ കിട്ടിയാൽ നിങ്ങളെങ്ങനെ ആൻസർ ചെയ്യണം എന്നതാണ് ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ സ്ഥാപനവൽക്കരണം, ഇത് പലതരത്തിലുള്ള മെത്തഡോളജിക്കൽ അപ്രോച്ചസാണ്. പ്രധാനമായിട്ടും എങ്ങനെയാണ് നോംസ്, റൂൾസ്, കൾച്ചർ, അപ്പോൾ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ, ഇവിടെ എന്തെല്ലാം കൺസ്ട്രെയിൻസ് അഥവാ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ, ഇതെല്ലാം വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു, അപ്പോൾ അതിലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൻ്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളതിനെപ്പറ്റി വിശദമാക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്നതാണ്. So what is new institutionalism? This concept, institutionalism, neo-institutionalist theory എന്ന് പറയാം. It is an approach to the study of institutions that focuses on the constraining and enabling effect of formal and informal rules on the behavior of individuals and groups. അതായത് വ്യക്തികളുടെ മേൽ, ഓരോ സമൂഹത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഓരോ കൂട്ടം ആളുകളുടെ മേൽ ഏൽപ്പിക്കുന്ന ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള ചില സാമൂഹ്യ നിയമങ്ങൾ, പെരുമാറ്റച്ചട്ടങ്ങൾ, ഇവയെല്ലാം തന്നെ എത്രത്തോളമാണ് വ്യക്തികളിൽ ഇതിൻ്റേതായ സ്വാധീനം ചെലുത്തുന്നതെന്നും അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകാനിടയുള്ള ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു തിയറിയാണ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം അത് തികച്ചും ഏത് അസംഷനെ ബേസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസ്, കൺസ്ട്രെയിൻസ് ആൻഡ് ദ റെസ്പോൺസസ് ടു ദം ഓവർ എ ലോങ് ടൈം ഗൈഡ് ഓഫ് ദ ബിഹേവിയർ ഓഫ് പൊളിറ്റിക്കൽ ആക്ടേഴ്സ്. അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടേഴ്സ് അവരിവിടെ അവരുടേതായ രീതിയിലാണ് പെരുമാറുന്നത്. ആ ബിഹേവിയറിനെ തുടർന്നുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? സോ ഇതിനെ ന്യൂയോ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ന്യൂയോ ഇൻസ്റ്റിറ്റ്യൂഷണലിസമാണ് നമ്മൾ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു മെത്തഡോളജിക്കൽ അപ്രോച്ചാണ്. സോ ഇറ്റ് ഈസ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് ഇൻ ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് സോഷ്യോളജി in the United States that explores how institutional structures, rules, norms and cultures constrain the choices and actions of the individuals which they are part of political institution. Such methodology became prominent in 1980s among scholars of US politics. That is so called New institutionalism combined the interest of traditionalist scholars who focused on studying formal institutional rules and structures with behavioralist scholars who examined the actions of individual political actors. അതായത് യഥാർത്ഥത്തിൽ ഇതൊരു തിയറിയാണ്, ഇതൊരു മെത്തഡോളജിക്കൽ അപ്രോച്ചാണ്. പൊളിറ്റിക്കൽ സയൻസിൽ എറേസ് ചെയ്ത് വന്നിട്ടുള്ളതാണെന്ന് പറയാം. എക്കണോമിക്സിൽ ഒക്കെ ഇതിൻ്റെ പ്രാധാന്യമുണ്ട്. അതുപോലെ സോഷ്യോളജിയിലൊക്കെ പ്രാധാന്യമുള്ള ഒരു ന്യൂ മോഡേൺ തിയറിയാണെന്ന് പറയാം. സോ ഇത് പ്രധാനമായിട്ടും എറേസ് ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. പ്രധാനമായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ്, നിലവിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള നിയമങ്ങളും അവിടെയുള്ള പെരുമാറ്റ മാതൃകകൾ, അവിടെയുള്ള സംസ്കാരം, ഇവയെല്ലാം തന്നെ വ്യക്തികളുടേതായ പ്രവർത്തനങ്ങളിൽ എങ്ങനെ പരിമിതികൾ സൃഷ്ടിക്കുന്നു, അവർക്കിത് മുഖേന എന്തെല്ലാം തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്, അവയെ എങ്ങനെയാണ് വ്യക്തികൾ നോക്കിക്കാണുന്നത്, എങ്ങനെയുള്ള ഒരു രീതിശാസ്ത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന തിയറിയാണ് എന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഈ ഒരു തിയറി പ്രോമിനൻ്റ് എന്ന രീതിയിൽ നിലനിന്നിരുന്നത് US പൊളിറ്റിക്സിലായിരുന്നു 1980s. അതുകൊണ്ട് തന്നെ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണാലിസം എന്ന പേര് അത് വന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഐഡിയാസ്, ട്രഡീഷണാലിസ്റ്റ് സ്കോളേഴ്സിൻ്റെ ഐഡിയാസും കൂടി കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ട്രഡീഷണാലിസ്റ്റ് അപ്രോച്ച് അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായും ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസിനെ പറ്റി പഠിക്കുന്നതിനും അതിൻ്റെ സ്ട്രക്ചേഴ്സ് അതെല്ലാം പഠിക്കുന്നതിനും, അതുപോലെ ബിഹേവിയറാലിസ്റ്റ് സ്കോളേഴ്സ്. അപ്പോൾ ഇവരെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഐഡിയാസ് എന്താണ്? ഒരു സൊസൈറ്റി, അവിടുത്തെ ഇൻഡിവിജ്വൽസിൻ്റെ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസ്, സ്ട്രക്ചേഴ്സ് ഇതൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കും. സോ ദേ ആൾസോ എക്സാമിൻ ദ ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ പൊളിറ്റിക്കൽ ആക്ടേഴ്സ്. സോ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നാം നോക്കിയാൽ ഈ തിയററ്റിക്കൽ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാലഘട്ടം 1930s ത്രൂ ദ 1950s. ട്രഡീഷണാലിസ്റ്റ് സ്കോളേഴ്സ് ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ. ഒരു സബ്ജക്റ്റ് എന്ന രീതിയിൽ വളരെയധികം പ്രാധാന്യം ലഭ്യമായിട്ടുള്ള ഒന്നാണ്, എസ്പെഷ്യലി ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദോസ് സ്കോളേഴ്സ് വെയർ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ എക്സാമിനിങ് ദ ഫോർമൽ സ്ട്രക്ചേഴ്സ് ആൻഡ് റൂൾസ് ദാറ്റ് വെയർ ദ ഫൗണ്ടേഷൻസ് ഓഫ് പൊളിറ്റിക്കൽ and governmental institutions such as the executive, legislative and judicial branches. Traditionalist studies were often descriptive in nature, then mostly qualitative. അപ്പോൾ ട്രഡീഷണലിസ്റ്റ് തിയറീസ് എന്ന് പറയുന്നത് എന്താ? മിക്കവാറും തന്നെ അത് ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഉള്ളതാണ്. യൂസ്ഡ് മോസ്റ്റ്ലി ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് യൂഷ്വലി ഡിഡ് നോട്ട് യൂസ് ബ്രോഡ് തിയറീസ് ഓഫ് ഗ്രൗണ്ട് their observations in a larger theoretical perspective. Often, traditionalist scholars were quite normative in their desire to describe how political institutions ought to function, as opposed to the empirical study how things actually worked in practice. അപ്പോൾ ട്രഡീഷണലിസ്റ്റ് അപ്രോച്ചിൽ ആ സ്കോളേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ നോർമാറ്റീവായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ്. അതിലവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓട്ട് ടു ഫങ്ഷൻ, എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ആസ് ഓപ്പോസ്ഡ് ടു ദ എംപെരിക്കൽ സ്റ്റഡി ഓഫ് ഹൗ തിങ്സ് ആക്ച്വലി വർക്ക്ഡ് ഇൻ പ്രാക്ടീസ്. എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാണ്. ആ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എംപെരിക്കൽ സ്റ്റഡി എന്ന് പറയുന്നതിനെ സംബന്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും 60s ആരംഭത്തിലെത്തുമ്പോൾ, ബിഗിനിങ് ഇൻ ദ 1960s, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ബിഗാൻ ടു മൂവ് അവേ ഫ്രം ഫോക്കസിങ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്റ്റെഡ് ആൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി സ്റ്റഡീഡ് ദ ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ പൊളിറ്റിക്കൽ ആക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു 1960s, 1980s, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഹാഡ് ബിഗൺ ദി ക്വസ്റ്റ്യൻ വെദർ ദ ഡിസിപ്ലിൻ ഷുഡ് കണ്ടിന്യൂ ടു ഇഗ്നോർ ദ ട്രഡീഷണലിസ്റ്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണാലിസം എന്തുകൊണ്ട് അതിനെ ഒരു ചോയ്സ് ആയിട്ട് ഇവിടെ എടുക്കുന്നു, രാഷണൽ ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ള ആ ഒരു ഐഡിയ എന്താ? അത് രാഷണൽ ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണാലിസം which has its root in economics and organizational theory, examines institutions as systems of rules and incentives. Rules are contested so that one group of political actors can give one or gain leverage over another. Political decision making is explained through modeling assumptions and game theory, as challengers and holders of political power pit themselves against one another. Thus, rational choice scholars often focus on a single institution in a specific time frame, although some look at institutions across time. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോയ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്നതിന് എന്തുകൊണ്ടൊരു യുക്തിപരമായ തിരഞ്ഞെടുക്കൽ വേണം? കാരണം എന്തെന്നാൽ ഈ റാഷണൽ ചോയ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്നത് അതിൻ്റെ റൂട്ട് എക്കണോമിക്സിലാണ്, അതിൻ്റെ ഓർഗനൈസേഷൻ തിയറി എക്കണോമിക്സിലാണ്. ഇത് എക്സാം ചെയ്യുന്നത് ഇവിടെ നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ ഒരു സിസ്റ്റം ഓഫ് റൂൾ എന്ന രീതിയിൽ എപ്രകാരമാണത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിലുള്ള റൂൾസ്, ആ ഒരു സാമൂഹ്യ നിയമങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടേഴ്സാണ് ഇതിനെല്ലാം രൂപപ്പെടുത്തുന്നത്. സാമൂഹ്യ നിയമങ്ങളുടെ എല്ലാം വ്യക്താക്കളാരാ? പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്കൊരു പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതിലൂടെ സമൂഹത്തിൽ അവർക്ക് പലതരത്തിലുള്ള
നേട്ടങ്ങൾ അവർക്ക് സമൂഹത്തിലെ ആളുകളുടെ ഇടയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നൊരു ചിന്തയും ഉണ്ടാകും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വ്യക്തിപരമായ ചില നേട്ടങ്ങളും ഉണ്ടെന്നുള്ള ചിന്ത വരും. അപ്പോൾ ഈ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണാലിസം, അതിൽ സോഷ്യോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണാലിസം ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നാം നോക്കുമ്പോഴേക്കും സോഷ്യോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണാലിസം, സോ ദിസ് സ്ട്രീം വിച്ച് ഹാസ് ഇറ്റ് റൂട്ട്സ് ഇൻ സോഷ്യോളജി, organizational theory, anthropology and cultural studies, stresses the idea of institutional cultures. സോഷ്യോളജി എന്ന് പറയുമ്പോൾ കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ stresses the idea of institutional cultures. Scholars of this stream view institutional rules, norms and structures not as inherently rational or dictated by efficiency concerns, but instead ആസ് കൾച്ചറലി കൺസ്ട്രക്റ്റഡ്. അവരെന്താ പറയുന്നത്, സോഷ്യൽ തിങ്കേഴ്സ്, അവരുടെ ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന നിലവിൽ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസ്, നോംസ്, സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് തികച്ചും ഇൻഹെറൻ്റായിട്ട് റാഷണൽ ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് ആരൊക്കെയോ നമ്മളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഓർ ഡിക്റ്റേറ്റഡ് ബൈ എഫിഷ്യൻസി കൺസേൺസ്, ആർക്കാണോ കഴിവുള്ളത്, ആർക്കാണോ ആധിപത്യമുള്ളത്, എഫിഷ്യൻസി, അവരാണ് ഇതെല്ലാം ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ബട്ട് ഇൻസ്റ്റെഡ് ആസ് കൾച്ചറലി കൺസ്ട്രക്റ്റഡ്. ദേ ടെൻഡ് ടു ലുക്ക് അറ്റ് ദി റോൾ ഓഫ് മിത്ത് ആൻഡ് സെറിമണി ഇൻ ക്രിയേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചേഴ്സ് ആസ് വെൽ ആസ് ദ റോൾ ഓഫ് സിമ്പിൾ സിസ്റ്റംസ്, cognitive script and moral templates. At times they take on a normative or usual and customary approach to the study of political institutions, and they tend to blur the line between institutions and culture. Their work often focuses on questions of the social and cultural legitimacy of the organization and its participants. അപ്പോൾ കൾച്ചറൽ ആസ്പെക്ട്സ് എന്താണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സൊസൈറ്റി എന്നത് കൾച്ചറിൽ അധിഷ്ഠിതമാണ്. കൾച്ചർ സമൂഹത്തിലെ വ്യക്തികളിലേക്ക് വന്നു ചേരുന്നത് അത് ഇൻഹെറൻ്റായിട്ട് വരുന്നതാണ്. എന്നാൽ തന്നെ സാമൂഹ്യപരമായിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്ന ചില ആശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു കൾച്ചർ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ മിത്ത് എന്ന് പറയുന്നത് റോൾ ഓഫ് മിത്ത്, അതുപോലെ തന്നെ സെറിമണി, ഇതെല്ലാം ഇവിടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട് പോരുന്ന പണ്ടുകാലം മുതലേ ചില വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട്, ചില ആഘോഷങ്ങൾക്ക് അടിസ്ഥാനമായിട്ട്, ചില കൊഗ്നിറ്റീവ് സ്ക്രിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മോറൽ ടെംപ്ലേറ്റ് ഉണ്ട്. നമ്മൾ ചില ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ള ആ ഒരു ചിന്തയിൽ അധിഷ്ഠിതമായ സമൂഹമാണ്. അപ്പോൾ ഇവയൊക്കെ ഇങ്ങനെ കൾച്ചറിന് ഇമ്പോർട്ടൻസ് കിട്ടുമ്പോൾ അത് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടാണ് സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യോളജിയിൽ അധിഷ്ഠിതമായിട്ട് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? എന്ത് തന്നെ ആയാലും ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ഇതിൻ്റെ മുകളിൽ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഏതുണ്ട്? രാഷ്ട്രീയപരമായ ഒരു സ്ഥാപനം ഉണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ദേ ടെൻഡ് ടു ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൾച്ചർ. സോ ദെയർ വർക്ക് ഓഫൺ ഫോക്കസസ് ഓൺ ക്വസ്റ്റ്യൻസ് ഓഫ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലെജിറ്റിമസി ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ അഗെയിൻ അപ്പോൾ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്നൊരു പാർട്ട് കൂടി ഇതിൻ്റെ ഭാഗമായി വരും. ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് ഓഫ് ദ 3 സ്ട്രീംസ് ഓഫ് ഡിഫൈൻ ബിക്കോസ് ഇപ്പോൾ 3 സ്ട്രീംസ് പറഞ്ഞു. എക്കണോമിക്സ്ക്കൽ പറഞ്ഞു, പൊളിറ്റിക്കൽ ഉണ്ട്, ഇതിനകത്ത് സോഷ്യോളജിക്കലുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ. ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ളതിൻ്റെ സെൻറ്റൻസ് ഇതാണ്: ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണാലിസം ഈസ് ദ ഹാർഡസ്റ്റ് ഓഫ് ദ 3 സ്ട്രീംസ് ഓഫ് ഡിഫൈൻ. 3 streams to define because it includes so many different scholars and so many different methodological approaches. It is based on the assumption that institutional rules, constraints and responses to them over the long term guide to the behavior of political actors during the policy making process. Historical institutionalism mixes the quantitative analysis of the rational choice stream with the idea and culture-based thought of the sociological stream. It includes an eclectic, E-C-L-E-C-T-I-C, eclectic group of scholars. So, eclectic group of scholars with a wide variety of research agendas.
അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു സൈഡിലേക്കും വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഹാർഡസ്റ്റ് സ്ട്രീം എന്ന് പറയുന്നത്. മെനി ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ഡിഫറെൻറ്റ് മെത്തഡോളജിക്കൽ അപ്രോച്ചസാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണാലിസം എന്നത് പ്രധാനമായിട്ടും ഒരു അസംഷനെ ബേസ് ചെയ്ത് നിലകൊള്ളുന്നു. കാരണം ദാറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് കൺസ്ട്രെയിൻസ് ആൻഡ് റെസ്പോൺസസ് ദം ഓവർ ദ ലോങ് ടൈം. ഇവിടെ നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് എല്ലാം തന്നെ വ്യക്തികൾക്ക് അവരുടേതായ ചില കാര്യങ്ങളിലെല്ലാം കൺസ്ട്രെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസ് തന്നെയാണ് പലതിനും ഇടയാക്കുന്നത്, റെസ്പോൺസസ് ഉണ്ടാക്കുന്ന, റെസ്പോൺസിബിൾ ആകുന്നു ഓവർ എ ലോങ് ടൈം ഗൈഡ് ദ ബിഹേവിയർ ഓഫ് പൊളിറ്റിക്കൽ ആക്ടേഴ്സ്. അപ്പോൾ നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസാണ് പൊളിറ്റിക്കൽ ആക്ടേഴ്സ് എന്ന രീതിയിൽ നിലവിലുള്ള നേതാക്കന്മാർക്ക് അവരുടേതായ ബിഹേവിയർ എങ്ങനെയാണ്, എന്താണ് അവരുടെ പോളിസി മേക്കിംഗ് പ്രോസസ്സ്, അതെല്ലാം ഇതിനെ ബേസ് ചെയ്തായിരിക്കും. സോ ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണാലിസം മിക്സസ് the quantitative analysis of the rational choice stream with the idea and culture based thought of the sociological stream. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും വരുന്നുണ്ട്, അതിനോടൊപ്പം സൊസൈറ്റി ബേസ്ഡ് കൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആശയവും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ എക്ലെക്റ്റിക് ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് വിത്ത് എ വൈഡ് വെറൈറ്റി ഓഫ് റിസർച്ച് അജൻഡാസ്. That despite the differences, there are some common notions in this line of research. Historical institutionalists seek to define and explain specific real-world political outcomes such as an election using the historical legacy of institutional structures and feedback available to them. They also view politics as a competition over scarce resources and highlight differences in political power between institutions such as between the court and the legislature. They consider decision trees and path dependence terms of art, meaning the effect of that one decision has to limit the available future choices of any political actor or institution. Historical institutionalists note the institutions do not perform with perfect efficiency because they were designed in earlier times, and institutional rules such as the insistence on super majorities or unanimity in voting are slow to change, and thus those factors must be taken into account in any analysis. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂഷണാലിസം അതിൻ്റെ വെറൈറ്റി ഓഫ് മെത്തഡോളജി എന്നുള്ള രീതിയിൽ. ആ മെത്തഡോളജിയിലേക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ സോഷ്യോളജിക്കൽ അപ്രോച്ചുണ്ട്, എക്കണോമിക്കൽ അപ്രോച്ചുണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചുണ്ട്. ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ കാണുന്ന ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ആശയമാണ് പ്രധാനം തരുന്നത്. അതായത് റിസർച്ചിൻ്റെ ആ ഒരു ലൈനിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഷെയർ ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണാലിസ്റ്റ് അവർ പ്രധാനമായിട്ടും ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സ്പെസിഫിക് റിയൽ വേൾഡ് പൊളിറ്റിക്കൽ ഔട്ട്കംസ് എന്താണ്, അതായത് ഇലക്ഷൻ, അതുപോലെ ഹിസ്റ്റോറിക്കൽ ലെഗാസിയെ എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അവിടെ എന്താണ്, അതുപോലെ തന്നെ എന്തെല്ലാം ഫീഡ്ബാക്കാണ് നമുക്ക് ലഭ്യതയുള്ളത് സൊസൈറ്റിയെ സംബന്ധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഇവർ ഷെയർ ചെയ്യുക എന്ന് പറയാൻ സാധിക്കും. ദേ ആൾസോ വ്യൂ പൊളിറ്റിക്സ് ആസ് എ കോമ്പറ്റീഷൻ ഓവർ സ്കേഴ്സ് റിസോഴ്സസ്. അവരുടെ കാഴ്ചപ്പാട് അവർ പറഞ്ഞു വരുന്നത് പൊളിറ്റിക്സ് അതെന്ന് പറയുന്നത് യഥാർത്ഥത്തിലുണ്ടല്ലോ ഇവിടെ നിലവിലുള്ള സ്കേഴ്സ് റിസോഴ്സസിൻ്റെ മേൽ നിലവിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. ആ സ്കേഴ്സ് റിസോഴ്സസിനെ കാര്യമായിട്ട് കയ്യെത്തി പിടിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു കോമ്പറ്റീഷനാണ്. അത് മാത്രമല്ല ഇറ്റ് ഹൈലൈറ്റ്സ് ഡിഫറൻസസ് ഇൻ പൊളിറ്റിക്കൽ പവർ. രാഷ്ട്രീയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു, സ്ഥാപനവൽക്കരിക്കപ്പെടുന്നു. അതായത് സ്ഥാപനവൽക്കരിക്കപ്പെടുക എന്ന് പറയുമ്പോഴേക്കും കോർട്ട്, അതുപോലെ ലെജിസ്ലേച്ചർ, ഇവയുടെയൊക്കെ ആ ഒരു പരമാധികാരം എന്ത് എന്നുള്ള തരത്തിൽ. അപ്പോൾ ഡിസിഷൻ ട്രീസ് എന്ന രീതിയിൽ അവരുടെ ഇൻഡിപെൻഡൻസിനുള്ള ആ ഒരു പാത്ത്, ടേംസ് ഓഫ് ആർട്ട് മീനിങ് ദ എഫക്റ്റ് ഓൺ വൺ ഡിസിഷൻ ഹാസ് ടു ലിമിറ്റ് ദി അവൈലബിൾ ഫ്യൂച്ചർ ചോയ്സസ് ഫോർ എനി പൊളിറ്റിക്കൽ ആക്ടർ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണാലിസ്റ്റ് പറയുന്നത്? അവർ നോട്ട് ചെയ്യുന്ന കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡു നോട്ട് പെർഫോം വിത്ത് പെർഫെക്റ്റ് എഫിഷ്യൻസി. ഇതാണ് അവർ നോട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരായിരുന്നാലും ഏത് സ്ഥാപനമായാലും പരിപൂർണമായ കാര്യക്ഷമതയോടുകൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പ്രവർത്തിക്കുന്നില്ല. കാരണം ഇവരെങ്ങനെ പ്രവർത്തിക്കണം എന്നത് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. അവർ ആ വഴിക്കേ പോകുള്ളൂ, അല്ലാതെ കാര്യക്ഷമമായിട്ടൊന്നും തന്നെ ശരിയായ രീതിയിൽ
അവർ പ്രവർത്തിക്കില്ല. അതിന് വേണ്ടുന്ന തരത്തിലുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൂൾസ്, അതായത് സൂപ്പർ മജോറിറ്റീസ് എന്ന രീതിയിൽ വോട്ടിങ്ങിലൂടെ തന്നെ എല്ലാവരുടെയും ഭൂരിപക്ഷം നേടി അവരവരുടേതായ രീതിയിലുള്ള ഭരണാധിപത്യവുമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അവർ തീരുമാനിക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന്. കാരണം മജോറിറ്റിയിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിനെ ജയിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ജനങ്ങളുണ്ട് എന്നുള്ളതാണ്. സോ പിന്നീട് ചേഞ്ചസ് ഇവിടെ വെരി സ്ലോ ആകാൻ കാരണം പിന്നെ അവരാണ് തീരുമാനിക്കുന്നത്. ഈ സൂപ്പർ പവർ എന്ന രീതിയിൽ വരുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്ത് ചേഞ്ച് കൊണ്ടുവരണം. പക്ഷേ ചേഞ്ച് ഉണ്ടാകുന്നതോ വളരെ സ്ലോയിലായിരിക്കും. ആൻഡ് ദോസ് ഫാക്ടേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ എനി അനാലിസിസ്. അതുകൊണ്ട് ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം തന്നെ അനാലിസിസിൻ്റെ ഭാഗമായി കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം യൂസസ് a variety of methodological approaches to explain how norms, rules, culture and structure constrain and influence individuals within a political institution. Explain എന്നുള്ള ഈ ഒരു ചോദ്യത്തിന് ഏകദേശം 20 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി അസൈൻമെൻറ്റ് പൂർത്തിയാക്കുവാനും സാധിക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അസൈൻമെൻറ്റ് എഴുതാനായിട്ട് ഇത് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.